അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട TV സെറ്റ് ചെയ്യാൻ നമ്മൾ LG എന്നാണ് ആൾ വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മളെടുത്ത് വെച്ച് നമുക്കിത് അറിയാമെന്നും പറഞ്ഞ് 4 സ്ക്രൂ ഇട്ടത് സെറ്റ് ചെയ്ത് വെച്ചെന്നും പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസമായി കേട്ടോ, ഒരുപാട് ദിവസമായി, 10-12 ദിവസമായി TV ഇപ്പോൾ വെച്ചിട്ട് തന്നെ. ഇതിപ്പോൾ അവിടെ നിന്ന് LG എന്ന് അവർ വന്നാണ് സെറ്റ് ചെയ്യണത്. ഇപ്പോഴാണ് അൺബോക്സിങ് പരിപാടി. ഞാനും ഈ TV അവിടെ ഇരിക്കുന്നതേ കണ്ടോളൂ, ഇപ്പോഴാണ് ഇത് പുറത്തെടുക്കുന്നത്. ഇതാണ് ഐറ്റം. ഇതിപ്പോൾ എടുത്തിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കണം, എന്നാലേ നമുക്കിത് കറക്റ്റ് വാൾ മൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത TV. നമ്മൾ മറ്റേ TV വെച്ചിരിക്കും പോലെ അല്ല, ഇതിനു മുമ്പുള്ള വെച്ചിരുന്ന TV സിമ്പിളായിരുന്നു വെക്കാൻ. കാര്യം 2 സ്ക്രൂ ഡ്രിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. ഇതാ ചേട്ടൻ പണിയായുധങ്ങൾ എടുക്കുകയാണ്. ഇതെടുത്ത് കുറച്ചൊരു പരിപാടി ഉള്ളതാണ്, നമ്മൾ കറക്റ്റ് ഒന്ന് അളവ് നോക്കി വെച്ചാൽ മതി, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വെച്ചിരുന്ന TVയിലെ സ്ക്രൂ എടുത്ത് മാറ്റുകയാണ്. ഇതാണ് ഹാങ് ചെയ്തിടുന്നത്. ഈ ഒരു 4 സാധനം വെച്ചിട്ട് ഇത് ജസ്റ്റ് ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഫ്രെയിമാണ് കറക്റ്റായിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇത് TV ജസ്റ്റ് നമ്മളെടുത്ത് ഹാങ് ചെയ്തിടുക, അത്ര മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ബാക്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, ഇതിപ്പം കാണിച്ചു തരാമേ. അതിലാണ് ഈ സംഭവം ഹാങ് ചെയ്തിരിക്കേണ്ടത്, എന്നാലേ പക്കയായിട്ടിരിക്കുള്ളൂ. ഇതാണ് പരിപാടി. നമുക്കിത് ടിൽറ്റ് ചെയ്യാൻ പറ്റും, അതായത് ടിൽറ്റല്ല, ഫ്രണ്ടിലോട്ട് വെക്കാൻ പറ്റും. അതായത് നമ്മൾ TVയിൽ വാൾ മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് അളവെടുക്കുകയാണ്. ആക്ച്വലി കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉള്ളൊരു ഹോൾ വേണം ഇത്രയും വലുതാവുമ്പോൾ. ഇത് കറക്റ്റ് നമ്മൾ എടുത്ത അളവിൽ ഇത് സെറ്റ് ചെയ്ത് ഇതിവിടെ വെക്കുക. ഇത്തിരി ഒരു ടാസ്ക്കാണ്, പക്ഷെ കറക്റ്റ് നോക്കി ചെയ്താൽ മതി. ഇപ്പോൾ ഡ്രില്ലിങ് പരിപാടി കഴിഞ്ഞ് ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് നൈസായിട്ട് എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഞാനാണ് അസിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഗുയ്സ്. അപ്പോൾ ജസ്റ്റ് നമ്മളെടുത്ത് വയ്ക്കുക. എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വലിയ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ 4 ഡോട്ട്, നിങ്ങൾ ആ 4 സംഭവം കണ്ടില്ല ബാക്കിൽ സ്ക്രൂ ചെയ്താൽ, അതിൽ ജസ്റ്റ് നമ്മൾ കറക്റ്റ് ആ സൈഡിൽ 4 ഹോൾ പോലെ സംഭവമുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് വെക്കുക, അതങ്ങ് ഹാങ്ങായി അതങ്ങ് കിടന്നോളൂ. ഒക്കെയാണ് വേറെ പരിപാടി. എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ വിട്ട് കഴിഞ്ഞാൽ പൊളിഞ്ഞ് പോകുമെന്ന്, സംഭവം ഇല്ലായിരുന്നു. സെറ്റാണ്. ഒക്കെയാണ്. വൈഫൈ വേണം, കാര്യം ഇതിൽ എന്തൊക്കെയോ ഇത് മാജിക് റിമോട്ട് അങ്ങനെ എന്തോ ഒരു പരിപാടിയാണുള്ളത്. ഇതിൽ കറക്റ്റ് വൈഫൈയിൽ എന്തോ അപ്ഡേറ്റ് ചെയ്യണം ഉണ്ടായിരുന്നു. ഒരാൾക്ക് സ്കിപ്പ് ചെയ്ത് വിട്ട് ചെറുതായിട്ട് എന്തോ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്ത് ചെയ്തായിരുന്നു. മുംബൈയും രാജസ്ഥാനും. മുംബൈ രാജസ്ഥാൻ. സോ ഗൈസ്, അപ്പോൾ താഴെ നിങ്ങൾ കണ്ടാണ് TVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ഇത് എൻ്റെ റൂമാണ്, കണ്ട വീട് ഷിഫ്റ്റായിട്ട് എൻ്റെ റൂം കിടക്കുന്നതാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ആ TV, മറ്റേ നമ്മൾ പഴയ TV ഉണ്ടല്ലോ, അതിങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇതൊരു ഗെയിമിംഗ് റൂം ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ സെറ്റ് ചെയ്യണം. എന്താ ഇതാണ് കുറെ, അതായത് വീട് മാറി വന്നിട്ട് ഞാനിവിടെ നിന്നിട്ടില്ല. ഞാനിവിടെ ബാത്റൂമിൽ കുളിക്കാൻ കയറും, ഇവിടെ നിന്ന് ഡ്രസ്സ് മാറും പോകും. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ നിൽക്കാറില്ല. ഇനി വേണം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ സെറ്റ് ചെയ്യാം. ഓക്കെ. അയ്യോ, അങ്ങനെ നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒന്നും ആയില്ല, കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ്, അപ്പം നോട്ടെ ഇവിടെ ഇങ്ങനെ ആക്കി. ഈ ടേബിള് ബുക്ക് വയ്ക്കാൻ, പിന്നെ കമ്പ്യൂട്ടർ അതിപ്പോൾ വർക്ക് ആവണില്ല, അതിന് UPS പോയി ഇരിക്കുകയാണ്, അതുകൊണ്ട് അത് വർക്ക് ആവണില്ല. പിന്നെ ഇത് കണ്ട കാണാൻ പറ്റണം, ഞാൻ നേരെ കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ടേബിൾ ഇവിടെ ഇട്ട് TV സ്റ്റാൻഡ് ഇവിടെ ഇരുന്ന്, ഇത് താഴെ ഇരുന്നതാണ്. ഇതാണ് മീൻസ് ഇത് ടേബിളും താഴെ ഇരുന്നതാണ്. മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇതിലാണ് വെച്ചിരുന്നത്, റൂമിൽ വെച്ച്. ടേബിൾ താഴെ TV, ഇതാണ് താഴെ ഇരുന്ന TV. ഇത് 2 ദിവസമായേ ഉള്ളൂ എടുത്ത് വെച്ചിട്ട്. പിന്നെ അതായിരിക്കുന്ന പ്ലേ സ്റ്റേഷൻ, ഇത് സൈഡാണ് ഇരുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പം ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലേ സ്റ്റേഷനെ. ഇത് ആ വീട്ടിൽ വെച്ചാണ് നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ്, 2 രീതിയിൽ പ്ലേസ് ചെയ്യാം, അറിയായിരിക്കുമല്ലോ. ഇങ്ങനെയും പ്ലേസ് ചെയ്യാം, ഇത് ഇങ്ങനെയും പ്ലേസ് ചെയ്യാം. അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിമ്പിളാണ്, ഒന്നുമില്ലേ. ഇതിൻ്റെ ബാക്കിൽ ഇതാണ്ട ഇതുണ്ട്, ഇത് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ സ്റ്റാൻഡ് ആവും. അറിയായിരിക്കുമല്ലോ, ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കാം. ഇത് വെച്ചാൽ സിമ്പിളാണ്. അങ്ങനെ ഇത് വെച്ച് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ കുറച്ച് പഴയ ബുക്കുകളാണ്, ബട്ട് എല്ലാം ആവശ്യമുള്ള ബുക്കുകളാണ്. പിന്നെ അതെൻ്റെ ഫയലുകളാണ്, ഫയലല്ല സർട്ടിഫിക്കറ്റുകളാണ് എല്ലാം ഫയലിൻ്റെ അകത്ത്.
ബുക്കിൻ്റെ വണ്ടിയുടെ RC ബുക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെയാണ് വെച്ചിരുന്നത്, ഇനിയിപ്പോൾ ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും. ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല. എൻ്റെ മൈൻഡിൽ ഒരു പ്ലാൻ ഉണ്ട്, ഇത് കംപ്ലീറ്റ് ഇവിടെ എങ്ങനെ ആക്കണം, കറക്റ്റ് പ്ലാൻ ഉണ്ട്. ഇത് ജസ്റ്റ് 2 സാധനങ്ങൾ എടുത്ത് വെച്ചു എന്ന് മാത്രം. ചില ഗെയിമൊക്കെ കളിച്ചിട്ട് ഒരുപാട് നാളായി. ഇതിപ്പോഴാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. ഇതുവരെ വാങ്ങിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല. ഫുള്ള് വേർത്ത് കൊടുക്കത്തെ ചൂടാണ്. അപ്പം അതാണ് കുറെ നാൾ ഭയങ്കര ഒരു ഡ്രീമാണ് ഈ ഗെയിമിംഗ് റൂം എന്ന് പറയുന്നത്. ഗെയിമിംഗ് റൂം, പക്കാ ഗെയിമിംഗ് റൂം എന്ന് പറയുമ്പോൾ വേറെ ലെവലിൽ ലക്ഷങ്ങൾ ചിലവാക്കിച്ചാണ് ഗെയിമിംഗ് റൂം കൊണ്ട് നിങ്ങൾ കണ്ടിട്ടാണ് യൂട്യൂബിൽ. ഇത് അങ്ങനെയല്ല, നമ്മളുടെ ഒരു മൈൻഡിൽ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഒറ്റയടിക്ക് ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്യാൻ പറ്റൂല. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ചെയ്തു വരണമെങ്കിൽ പോലും നല്ല നല്ല പൈസ ചിലവുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ നടക്കൂ. ഇതെല്ലാം ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ചിലവർ കാണുമ്പോൾ വിചാരിക്കും അവൻ എന്തോന്നും ഭ്രാന്താണ് ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോടാണ് ക്രൈസ്, അങ്ങനെ മാത്രം കണ്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം, വേറെ ചിലർ വിചാരിക്കും അവൻ എന്തിനറിയണത് എല്ലാം ഉണ്ടല്ല, താഴെ ഒരു TV, മേളിലൊരു TV, പ്ലേ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരടുത്ത് പറയാനുള്ളത് ഇതെല്ലാം ഞാൻ മേടിച്ചതാണ്. മനസ്സിലായി? എനിക്കാരും ഞാൻ ഈ കടയിൽ കൂടെ പോകുമ്പോ അതെനിക്ക് വേണം കേട്ടാ അച്ഛ, അല്ലെങ്കിൽ അതെനിക്ക് വേണം കേട്ടാ അമ്മ, അങ്ങനെ വാങ്ങിച്ചതല്ല ഞാൻ. ഒബിയസ്ലി അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്ത സമയത്ത് നമ്മൾ ആഗ്രഹിച്ചെല്ലാം അവരാണ് നമുക്ക് മേടിച്ചു തരുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയും പോലെ ഈ ഒരു സാധനം PS4 എൻ്റെ ഉണ്ടായിരുന്നു, PS5 ഉണ്ടായിരുന്നു. ഭയങ്കര ഗെയിം എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആയിട്ടൊരു ഗെയിം അല്ല, ഒരു ക്രൈസ് ആണ്. അഡിക്ഷനോട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഒരു രസമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാനിത് ഓണാക്കിയിട്ട് മാസങ്ങളായി ഓണാക്കി കളിച്ചു. അഡിക്ഷൻ അല്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഡാൻസ് കളിക്കുക ഇൻട്രസ്റ്റിംഗ് ആണ്, സിനിമ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുതിൽ അമ്മ എനിക്ക് മറ്റേ കാട്രിഡ്ജ് ഇട്ട് വാങ്ങിച്ചു തരുന്നൊരു ഗെയിം അന്നുകൊണ്ട് മനസ്സിൽ കയറിയൊരു ക്രൈസ് ആണ്. അപ്പം ഞാൻ വളരുന്നതോടൊപ്പം ആ ക്രൈസുകളൊക്കെ എന്നോടൊപ്പം വളർന്നു. അപ്പം അതിലൊന്ന് മാത്രമാണ് ഇത്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് ഇതെല്ലാം ഞാൻ മേടിച്ചതാണ്. TV ഞാൻ മേടിച്ചതാണ്. അത് ഞാൻ മേടിച്ചുകൊണ്ടാണ് ധൈര്യമായിട്ട് വന്നിരുന്ന് പറയണേ കേട്ടാ. അപ്പം ആളാവാൻ പറയണല്ല, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞത് ഈ സാധനവും ഞാൻ മേടിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കേസിന് വേണ്ടി മാത്രം പൈസ ചെലവാക്കണമെന്നല്ല. നമ്മൾ വീട്ടിലത്തേക്ക് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ഹാപ്പിനെസ്സും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നടത്തിയെടുക്കുക. അതിലേ ഒരു രസമുള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, അതൊക്കെ കാണിച്ചു വന്നാലും ഞാൻ പറയാം. ഇവിടെ ഭയങ്കര വെളിച്ചം അടിക്കണം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. കണ്ട നല്ല ഗ്ലെയർ ഉണ്ട്, വേറെ ഒന്നുമല്ല, വീടിരിക്കും അങ്ങനത്തെ ഒരു പ്ലേസ് ആണ്. കണ്ട ഇവിടെ പ്രത്യേകിച്ച് വേറെ ഇവിടെ കവർ ചെയ്യാൻ ട്രീസോ ചുറ്റും ഒന്നുമില്ല. ബാക്കിൽ ഒരു വാളുണ്ട്, അത്രയും തന്നെയുണ്ട്. ഇവിടെ ഫുള്ള് അമ്മാതിരി വെളിച്ചമുണ്ട്. തൽക്കാലം ഞാൻ വീട് മാറി, ഞാൻ പറഞ്ഞ ഒന്നും ചെയ്തില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതാണ്ട ഇതിനു മുമ്പ് കണ്ട വീഡിയോ എടുത്തിട്ട് ഇപ്പൊ ഒരു 4-5 ദിവസമായേ. ഈ 2 ഷീറ്റും ഈ 2 ഷീറ്റ് ഇതെല്ലാം ഞാൻ മൂടുന്നതും ഇരിക്കുന്നതൊക്കെ ഷീറ്റുകൾ എടുത്താലാണ്. ഇവിടെ 2 കർട്ടൻ മേടിച്ചിടണം, എന്നാലേ ഗ്ലെയറും കാര്യങ്ങളൊക്കെ മാറി. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. വിൽ കണ്ടിന്യൂ. ഓക്കെ, എവിടെ? ഓക്കെ.